കോൺഗ്രസിന്റെ സമൂഹ മാധ്യമ വിഭാഗം പരാജയമെന്ന് ആക്ഷേപം. മുൻ MLA VT ബൽറാമിന്റെ നേതൃത്വത്തിൽ ഡിജിറ്റൽ മീഡിയ വിഭാഗം ശക്തിപ്പെടുത്താനാണ് KPCC തീരുമാനം. ഡിജിറ്റൽ മീഡിയ തലവനായിരുന്ന ഡോക്ടർ P. സരിൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ തുടർന്ന് കോൺഗ്രസ് വിട്ടതോടെ മുൻ MLA VT ബൽറാം ഡിജിറ്റൽ മീഡിയ ചുമതല ഏറ്റെടുത്തുവെങ്കിലും കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടന്നിരുന്നില്ല. LDF സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം സോഷ്യൽ മീഡിയയിലൂടെ പൊതുസമൂഹത്തിൽ ഫലപ്രദമായി പ്രതിഫലിപ്പിക്കാൻ ഏറെക്കാലമായി KPCC നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ആസന്നമായിരിക്കെ ഡിജിറ്റൽ മീഡിയ പ്രവർത്തനങ്ങൾക്ക് കരുത്തുപകരാൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യതയെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് KPCC നേതൃത്വം സമ്മതിക്കുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്ന ചില പരിപാടികൾക്ക് ജനശ്രദ്ധ കിട്ടാതെ പോയതും സംഘടനാപരമായ ആശയവിനിമയം ദുർബലമായതും സോഷ്യൽ മീഡിയ പ്രവർത്തനത്തിലെ കുറവുകൊണ്ടാണെന്ന് കോൺഗ്രസിലെ യുവജന വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. പൊതുസമൂഹത്തിൽ ഡിജിറ്റൽ മീഡിയയ്ക്ക് നിർണായകമായ സ്വാധീനമാണുള്ളത്. CPMന്റെയും BJPയുടെയും സമൂഹ മാധ്യമ പ്രവർത്തനം വിജയകരമാണെന്ന് കോൺഗ്രസ് നേതൃത്വം മുൻപേ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാരും BJPയും കോടികൾ ചിലവഴിച്ചാണ് സമൂഹ മാധ്യമ പ്രവർത്തനം നടത്തുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരവും ജനവികാരവും ഉയർത്താൻ നിരവധി വിഷയങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ആശാവർക്കർമാരുടെ സമരവും സർക്കാർ ജീവനക്കാരുടെ നിഷേധിക്കപ്പെട്ട ആനുകൂല്യങ്ങളുടെ വിഷയവും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും തുടങ്ങി നിരവധി വിഷയങ്ങൾ സർക്കാരിനെതിരായ പ്രചാരണ ആയുധമാക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സമൂഹ മാധ്യമ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിന് അതുവഴി UDFന് ശക്തി പകരുന്നതിന് കാര്യക്ഷമമായ ഡിജിറ്റൽ മീഡിയ പ്രവർത്തനം അനിവാര്യമാണ്. CPMനും BJPക്കും ഒപ്പമെത്താൻ കഴിയും വിധം ഡിജിറ്റൽ മീഡിയ പ്രവർത്തനം ശക്തമാക്കിയില്ലെങ്കിൽ കോൺഗ്രസിന് അത് വൻ തിരിച്ചടിയാകും.